ഈശോയുടെ എന്ന് പറഞ്ഞവരെ, ഇന്നത്തെ സുവിശേഷത്തില് ഈശോ നമ്മോട് പറയുകയാണ്, കർത്താവേ കർത്താവേ എന്ന് എന്നെ വിളിച്ചപേക്ഷിക്കുന്നവനല്ല, മറിച്ച് സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവനാരോ അവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. സ്നേഹമുള്ളവരെ, പുറം മൂടികളില് ഒരുപാട് ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് കാര്യമില്ല. ഉള്ളു നന്നാക്കണമെന്ന് ഇന്നത്തെ സുവിശേഷം നമ്മോട് ആവശ്യപ്പെടുകയാണ്. അതായത് പുറമെ ഞാൻ കുറെ കർത്താവേ കർത്താവേ എന്ന് വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല, മറിച്ച് എന്റെ ഉള്ളില് സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റാനായിട്ടുള്ള ഒരു ആഗ്രഹം എനിക്കുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, ഫലത്തിൽ നിന്നും വൃക്ഷത്തെ തിരിച്ചറിയാം എന്ന് ഈശോ പറയാനായിട്ടുള്ള കാരണം അതാണ്. സ്നേഹമുള്ളവരെ, പലപ്പോഴും നമ്മൾ ഈ പുറംമോടികളിൽ ശ്രദ്ധ കൂടുതൽ നൽകുന്നവരാണ്. എന്റെ വീട് നല്ല ഭംഗിയായിട്ട് കാണണം, ഞാൻ ഇടുന്ന ഡ്രസ്സ് എല്ലാം ഭംഗിയായിട്ട് കാണണം, ഞാൻ സഞ്ചരിക്കുന്ന വണ്ടി അതെല്ലാം വളരെ ഭംഗിയായിട്ട് കാണണം. പക്ഷെ ഉള്ളു ശ്രദ്ധിക്കാനായിട്ട് നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നുണ്ടോ എന്നുള്ളതാണ് ഇന്നത്തെ സുവിശേഷം നമ്മളോട് ചോദിക്കുന്ന ചോദ്യം. പുറം മോടികളിൽ നിങ്ങൾ ഒട്ടും താല്പര്യം കാണിക്കേണ്ട എന്നല്ല പറയുന്നത്, മറിച്ച് ഈശോ പറയുകയാണ്, നിന്റെ പുറം നീ വൃത്തിയായി സൂക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കുന്നത് പോലെ തന്നെ നിന്റെ ഉള്ളും കൂടി വൃത്തിയുള്ളതായിട്ട് വിശുദ്ധിയുള്ളതായിട്ട് സൂക്ഷിക്കാനായിട്ട് നീ ശ്രമിക്കണം. ഈ നോമ്പിന്റെ ചൈതന്യത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ഉള്ള് ക്ലീൻ ആയിട്ട് സൂക്ഷിക്കാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധിയിൽ ജീവിക്കാനുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.